എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ എന്നു മുതൽ ആരംഭിക്കുമെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥിയോട് പറയാനുള്ളത് ഇന്നു മുതൽ ആരംഭിക്കുമെന്നുള്ളതാണ്. അപേക്ഷിക്കുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിൽ തന്നെ നടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൺഫർമേഷൻ ലഭിച്ചു. എന്നാൽ ഇതുവരെ ഇപ്പോൾ ഈ സമയം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 10:54 വീഡിയോ വരുമ്പോൾ ഒരു 11 മണിയൊക്കെ ആകും യൂട്യൂബിൽ വരുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുവരെയും പ്രവേശന നടപടിക്രമങ്ങൾ വെബ്സൈറ്റിലൂടെ ആരംഭിച്ചിട്ടില്ല. എന്താണ് ആരംഭിക്കാത്തത്? ഇന്ന് ആരംഭിക്കുമോ? എന്താണ് നോട്ടിഫിക്കേഷൻ വരാത്തതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, സാധാരണ എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ പോലും ആ ദിവസം തന്നെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യേണ്ട, അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊന്നും ഓടിപ്പോകേണ്ട ആവശ്യമില്ല. അതായത് എന്തായാലും രജിസ്ട്രേഷൻ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, ഇന്ന് ആരംഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ബട്ട് എന്തായാലും നിങ്ങൾക്കൊരു മിനിമം ഒരു 5-8 ദിവസം, ഒരു 8 ദിവസം അല്ലെങ്കിൽ 10 ദിവസം മിനിമം അപേക്ഷിക്കാനുണ്ടാകും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ ഇന്നേ അപേക്ഷിക്കാൻ ഓടേണ്ട ആവശ്യമില്ല. അതായത് ഇന്ന് ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഇന്നൊരു ഉച്ചയോ അല്ലെങ്കിൽ വൈകുന്നേരത്തോടെയൊക്കെ മാത്രമേ അതിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ വരികയുള്ളൂ. ഇന്നെന്ന് പറഞ്ഞാൽ പോലും അത് വൈകുന്നേരമൊക്കെ ചിലപ്പോൾ ആകും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ അപേക്ഷിക്കണമെന്ന് ഇല്ല. അപ്പം ഒരു വിദ്യാർത്ഥിനോട് കമൻ്റ് അയച്ചു ചോദിച്ചാൽ, സാർ ഫസ്റ്റ് അപേക്ഷിച്ചാൽ മുൻതൂക്കം കൂടുതൽ കിട്ടുമെന്ന്, ആദ്യം അപേക്ഷിക്കുന്നവർക്ക് മുൻഗണന ഉണ്ടോ എന്ന്. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾ ആദ്യം അപേക്ഷിച്ചാലും നിങ്ങൾ ആദ്യ ദിവസം അപേക്ഷിച്ചാലും നിങ്ങൾ അവസാന ദിവസം അപേക്ഷിച്ചാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് മുൻഗണനയോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഒന്നാമത്തെ ദിവസം അപേക്ഷിച്ചാലും നിങ്ങൾ അവസാന ദിവസമായ 10-ാം ദിവസം അപേക്ഷിച്ചാലും ആ 10-ാം ദിവസം അപേക്ഷിച്ച അതേ വിദ്യാർത്ഥിയുടെ പരിഗണന മാത്രമേ ഒന്നാമത് അപേക്ഷിച്ച വിദ്യാർത്ഥിക്കും കിട്ടൂ. അല്ലെങ്കിൽ ഒന്നാമത് അപേക്ഷിച്ച വിദ്യാർത്ഥിയുടെ അതേ പരിഗണന മാത്രമേ 10-ാമത് അപേക്ഷ കിട്ടുള്ളൂ. അല്ലാതെ ആദ്യം അപേക്ഷിക്കുന്നവർക്ക് മുൻതൂക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ പറയുന്ന ഡേറ്റിനകം നിങ്ങൾക്ക് അഡ്മിഷൻ അതായത് അപേക്ഷ പൂർത്തീകരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആദ്യം അപേക്ഷിക്കുന്നവർക്ക് അങ്ങനെയൊന്നുമില്ല. പല വിദ്യാർത്ഥികൾക്കും അങ്ങനെ ചില ധാരണകളൊക്കെ ഉണ്ട്. ആദ്യം അപേക്ഷിച്ച് കഴിഞ്ഞാൽ മുൻഗണന കിട്ടും അങ്ങനെയൊക്കെ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആദ്യം അപേക്ഷിച്ചാലും അവസാനം അപേക്ഷിച്ചാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് കിട്ടും, എങ്ങോട്ടും പോവില്ല. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ലിങ്ക് വന്നിട്ടില്ല. പ്രിയ വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുക. ഒരു വൈകുന്നേരത്തോടെയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും ലിങ്ക് ലഭ്യമാവും. ഒരു നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോടൊക്കെ കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് നാളെ മുതലൊക്കെ വിദ്യാർത്ഥികൾക്ക് സുഗമമായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ആ ലിങ്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥികൾക്ക് സുഖമായിട്ട് അപേക്ഷിക്കാം. പ്രിയ വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത്, ലിങ്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വരും. അതോടുകൂടി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യപ്പെടും. മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.